എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻസ് കാണിച്ച് നമ്മൾ മറ്റേ ആളുകളെ കൺഫ്യൂസ് ചെയ്യിച്ച് മനസ്സിലാക്കി നോട്ട്ബുക്കായിട്ട് സിനിമ തിയേറ്ററിൽ പോയി ഇരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വർക്ക് ചെയ്ത സിനിമകളെല്ലാം ഒടിയൻ പോലുള്ള, മാമാങ്കം, ജോസഫ് പോലുള്ള സിനിമകൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്സിക്യൂഷൻ എങ്ങനെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലും എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്ന് പറ്റാറുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ടൈം ലൂപ്പ് സിനിമകളും കാര്യങ്ങളോട് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ സിനിമ വരാത്തതുകൊണ്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ്. ഉയരങ്ങളിൽ എന്ന് പറഞ്ഞ പഴയ ലാൽ സാറിൻ്റെ പടം റീമേക്ക് പ്ലാൻ ചെയ്തു രാജുവേട്ടനെ വെച്ചിട്ട്. അപ്പോൾ ആ പടത്തിൻ്റെ സ്ക്രിപ്റ്റും MT സാറാണ് സ്ക്രിപ്റ്റ്. രാവിലെ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ തന്നെ ഓട്ടമാണ്, ഡ്രസ്സ് കോസ്റ്റ്യൂം മാറി മേക്കപ്പ് ഓടി. ഞാൻ പിന്നെ ചെറിയ കൂലിപ്പണിയായിരുന്നെങ്കിലും ഇന്ദ്രനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ ഇന്ദ്രയുടെ ഇവനൊക്കെ ചെറുപ്പം ചെയ്തോണ്ട് ഇത്രയും വലുതായി. അപ്പൊ ഇപ്പോഴും സിക്സൻ സംസാരിക്കുന്ന സിക്സൻ മറ്റേ പതുക്കെ സംസാരിക്കുന്ന സിക്സൻ ഉറക്കെ തന്നെ സംസാരിക്കുള്ളൂ. ബാക്കിയുള്ള ഫ്രണ്ട്സ് നമ്മളടുത്ത് പറയും എന്റെ ബാലു ഇപ്പൊ നല്ല ഇപ്പൊ അവന്റെ സൗണ്ട് ഇങ്ങനെ, അപ്പൊ പണ്ട് എന്തായിരുന്നു ആലോചിച്ച് നോക്കുക, ഇതിനേക്കാളും കൂടുതലായിരുന്നല്ലോ. മച്ചാനെ ഇപ്പൊ ചിലപ്പോ ഞാൻ ആക്ച്വലി എനിക്ക് വിളിക്കാൻ വേണ്ടി കുറച്ചായിട്ടുണ്ടായിരുന്നു, കുറച്ച് വേറെ പരിപാടികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മള് അത് കഴിഞ്ഞിട്ട് ഒരു തവണ ചിലപ്പോ നമ്മൾ വിളിക്കുമ്പോ ചിലപ്പോ ഇത്രയും ദിവസത്തെ പരിപാടി എല്ലാം വിട്ടു നമ്മൾ ആ സംഭവമേ നമുക്ക് ഉണ്ടാവില്ല. മീഡിയ വണ്ണിനൊപ്പം പുഷ്പക വിമാനം ടീമാണ് എന്നുള്ളത്. ഡയറക്ടർ ഉല്ലാസ് ചെമ്പൻ, സിജു വിൽസൺ, ബാലു വർഗീസ്, സ്വാഗതം. നമ്മൾ ഈ പുഷ്പക വിമാനത്തിന്റെ ട്രെയിലറൊക്കെ കാണുന്ന സമയത്ത് ഈ ഒരു ടൈമിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് മറ്റ് ഭാഷകളിൽ നോക്കുകയാണെങ്കിൽ റൺലോല റണ്ണിൻ്റെ ഒക്കെ ഒരു ഓട്ടവും പലതവണ സീൻസ് വരുന്നതും കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ 24 തമിഴിൽ വന്നിട്ടുണ്ട്, മാനാട് വന്നിട്ടുണ്ട്, മലയാളത്തിൽ അത്തരം സിനിമകൾ വന്നിട്ടില്ല. അപ്പോൾ പുഷ്പക വിമാനത്തിനെ വളരെ സ്പെഷ്യലാക്കുന്നത് ഈ ഒരു ടൈമായിട്ടുള്ള അതിൻ്റെ കളികൾ തന്നെയാണോ? തീർച്ചയായിട്ടും ഇതൊരു പുതുമയുള്ള സബ്ജക്റ്റ് തന്നെയാണ് ഈ സിനിമ. ഈ പറഞ്ഞ പോലെ സമയത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ പടത്തിൽ. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടാഗ് ലൈനും തന്നെ എ മിനിറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു മിനിറ്റിൻ്റെ വ്യത്യാസം എന്തെല്ലാം ഡിഫറൻസ് ഉണ്ടാക്കും എന്നതിൻ്റെ വിഷ്വൽ റീക്രിയേഷനാണ് ഈ സിനിമ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇന്ന് രാവിലെ ഓഫീസിൽ നിന്നും മീഡിയ വണ്ണിൻ്റെ ഓഫീസിൽ നിന്ന് നിങ്ങൾ ഒരു 9 മണിക്കാണ് ഇറങ്ങി നിങ്ങൾ ഈ ഓഫീസിലേക്ക് ഇവിടേക്ക് വരുന്ന ആ സമയം, ആ സമയത്ത് നിങ്ങൾ എന്തെല്ലാം വിഷ്വൽസ് നിങ്ങളുടെ കൺമുമ്പിലൂടെ കടന്നു പോയോ അതേ സാധനം തന്നെ നിങ്ങൾ 1 മിനിറ്റ് മുന്നേ 8:59 അല്ലെങ്കിൽ 9:01 ഇറങ്ങുകയാണെങ്കിൽ എന്തൊക്കെ വിഷ്വൽ നിങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ടാവും, അതിൻ്റെ ഒരു വിഷ്വൽ റീക്രിയേഷനാണ് സിനിമ പറയുന്നത് മെയിനായിട്ട്. സിജു വിൽസൺ, നമ്മൾ കഴിഞ്ഞ തവണ പഞ്ചവത്സര പദ്ധതിയുടെ ബന്ധപ്പെട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമകളുടെ വേഷങ്ങൾ സെലക്ട് ചെയ്യുന്നതിലുള്ള ഒരു ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതിനെ പറ്റി. നേരത്തെയും ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 19ാം നൂറ്റാണ്ടിനൊക്കെ ശേഷം ഒരു ഗ്യാപ്പ് വന്നതിനെ പറ്റി ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് വളരെ മികച്ച വേഷങ്ങളെന്ന് തോന്നുന്ന കുറച്ചുകൂടെ നമ്മളുടെ ക്യാരക്ടറിന് കുറച്ചുകൂടെ പോർട്രേ ചെയ്യാൻ പറ്റുന്ന വേഷങ്ങളാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നിരയിലേക്ക് തന്നെ നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും പുഷ്പക വിമാനം. എന്താണ് ഇതിലെ ക്യാരക്ടറിനെ കുറിച്ച് പറയാനുള്ളത്? ഇതിൽ പറഞ്ഞ പോലെ തന്നെ ലോല റൺ ഇതൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ അതുപോലത്തെ സിനിമകൾ ഇവിടെ അധികം ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നെ അട്രാക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ടൈം ലൂപ്പ് സിനിമകളും കാര്യങ്ങളോട് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ സിനിമ വരാത്തതുകൊണ്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു കൂടുതൽ സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതൊക്കെ തന്നെയാണ്, ആ ഫാക്ടർ തന്നെയാണ് ഈ സിനിമയിലേക്ക് അടുപ്പിക്കുന്നതും. ഇത് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് തന്നെയാണ് എൻ്റെ സ്ക്രീൻ പ്ലേയും പരിപാടികളൊക്കെ പോയേക്കുന്നത്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് മടുക്കാത്ത രീതിയിൽ ഈ സിനിമ മുമ്പോട്ട് ഇങ്ങനെ അടുത്തെന്ത് സംഭവിക്കുന്ന രീതിയിൽ ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ടുവേർഡ്സ് എൻഡ് വരെ ഓഡിയൻസ് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോണേ, ഈ പറഞ്ഞ പോലെ ഒരു മിനിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അടുത്ത സീക്വൻസിൽ എന്തൊക്കെയാണ് സംഭവിക്കണം എന്നുള്ളൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു പരിപാടിയാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയിലേക്ക് എന്നെ അട്രാക്ട് ചെയ്തത്. അജയ് മഹേശ്വരി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. മഹേശ്വരി എന്ന് പറയുന്ന അമ്മയുടെ ക്യാരക്ടറിൻ്റെ പേരാണ്. അപ്പോൾ അമ്മപ്പുള്ള അങ്ങനത്തെ രീതിയിലുള്ളൊരു ക്യാരക്ടറാണ്, നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇയാളുടെ ഒരു നോർമൽ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, സുഹൃത്തുണ്ട്, അതുപോലെ തന്നെ ഒരു ലവ് ലേഡി ഉണ്ട്, പറയുന്നത് നമ്രത എന്ന് പറയുന്നൊരു ആക്ട്രസ്സാണ് അത് ചെയ്തേക്കുന്നത്. ഒരമ്മാവനുണ്ട്, മനോജ് കെ എന്ന് പറയുന്ന ആക്ടർ, ഇപ്പോൾ തിങ്കളാഴ്ച നിശ്ചയത്തിലൊക്കെ അഭിനയിച്ച. അല്ലാണ്ട് ചേച്ചിയാണ് അമ്മയുടെ ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെ സിദ്ദിഖ് ഉണ്ട്. സിദ്ദിഖ് നമ്മൾ പരിചയത്തിലുള്ള ഒരു ഇക്കയുടെ ക്യാരക്ടറാണ്
ചെയ്യുന്നത്. അപ്പോൾ ഇയാളുടെ ഒരു നോർമൽ ലൈഫ് ഇങ്ങനെ ഇയാളുടെ സുഹൃത്തുക്കളും ജോലിയും ഈ ലവ് ലൈഫൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് കാരണം ഇയാളുടെ ജീവിതം എങ്ങനെ മാറി മറിയുന്നു, ഇതൊക്കെയാണ് സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബാലുവർഗീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത കാലത്തായിട്ട് വളരെ രസകരമായിട്ടുള്ള കുറേ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജാനമൻ തൊട്ടുള്ളത്, അപ്പം അതിന് മുൻപുള്ളതും ഇപ്പോൾ കുട്ടിക്കാലം തൊട്ടേ നല്ല രസമുള്ള വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോൾ ജാനമൻ തൊട്ട് വേറൊരു ഷിഫ്റ്റൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ 6N വരെ മഞ്ഞുമലും മറ്റ് നടികറും ഒക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന കരിയർ ഗ്രാഫിൽ അങ്ങനെ നിൽക്കുന്ന ഒരു കഥാപാത്രത്തെയാണോ ഇതിൽ സൃഷ്ടിച്ചിട്ടുള്ളത്? അല്ല, എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യണമെന്ന്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഇത് ടോട്ടലി ഞാൻ ചെയ്തേക്കുന്നത് വെച്ചാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ ടോട്ടാലിറ്റി നോക്കുമ്പോൾ എന്നെ മെയിനായിട്ട് അട്രാക്ട് ചെയ്യുന്ന കാര്യം ഇതിൻ്റെ കഥ തന്നെയാണ്. സ്ക്രിപ്റ്റിൻ്റെ അടുത്ത് പറയുമ്പോൾ ഇത് വളരെ പുതുമയുള്ള രീതിയിലാണ് നമ്മൾ മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു വിഷയം കൈകാര്യം ചെയ്തിട്ടില്ല. ഈ നേരത്തെ പറഞ്ഞ ഒരു മിനിറ്റ് മാറുന്നു, അപ്പോൾ മാറുമ്പോൾ ഉണ്ടാവുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് വലിയ ഡിഫറൻസ് ആണ്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു സീൻ തന്നെ 2-3 തവണയൊക്കെ റീക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ പല രീതിയിലുള്ള പരിപാടി കാണുക എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ എന്നെ ഇതിനകത്ത് അട്രാക്ട് ചെയ്തത് ഈ ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമാകാൻ വേണ്ടി തന്നെയായിരുന്നു ഞാൻ വന്നിരുന്നത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഈ വൺ ലൈൻ നിങ്ങളോട് ഇപ്പോൾ ഒരു സിനിമയുടെ പറയുന്ന സമയത്ത് ഫുൾ നറേഷനിലേക്ക് കടക്കുന്നതിന് മുൻപ് ഫസ്റ്റ് സംസാരിക്കുമ്പോൾ ഒരു 1 ലൈൻ പറയുമല്ലോ സ്റ്റോറിയുടെ. അപ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ 1 മിനിറ്റിന്റെ, അങ്ങനെ തന്നെയായിരുന്നു നിങ്ങളോട് 1 ലൈൻ നല്ലൊരു ഇനീഷ്യൽ സാധനം ഉണ്ടാവല്ലോ, ഓക്കെ വന്ന് കഥ പറഞ്ഞോളാൻ പറയുന്നതിന് മുൻപുള്ള? അല്ല, അതിപ്പോ നമ്മുടെ അടുത്ത് ഇനിയിപ്പോ എൻ്റെ അടുത്ത് ശരിക്കും ഇതിന് മുമ്പ് സംസാരിക്കുമ്പോ ഒരു സംഭവം പറയാനുണ്ട്, ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരിട്ട് ആണ് സംസാരിച്ചത്. അപ്പോൾ നേരിട്ട് സംസാരിച്ചപ്പോൾ ഈ കഥയുടെ പ്രോപ്പർ രൂപം തന്നെയാണ് കേട്ടത്. അപ്പോൾ അത് കേട്ടിട്ട് എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടുള്ള പരിപാടി തന്നെയായിരുന്നു. നമുക്കും എല്ലാവർക്കും പുതിയ രീതിയിലുള്ള സിനിമകൾ കാണണം. ഇപ്പൊ ഞാനിത് ഒരു പ്രേക്ഷകനായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞാൽ അത് എന്താണെന്ന് കണ്ടു നോക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലുള്ള സിനിമ തന്നെയാണത്. ഇപ്പൊ ഈ പുഷ്പവിമാനം എന്നുള്ള പേര് ഇപ്പൊ കൽക്കിയില് നമ്മള് മഹാഭാരതത്തിന്റെ കാണുന്നുണ്ട്. ഇപ്പൊ വന്ന അത് ഒരു കൊമേഴ്ഷ്യൽ അങ്ങനത്തെ ഒരു ആസ്പെക്റ്റിലുള്ള സിനിമയാണ്. തൊട്ടടുത്ത് ഇറങ്ങിയ പാരഡൈസിൽ രാമായണത്തിന്റെ ഒരു പുനർവായനകൾ നടക്കുന്നുണ്ട്. അതൊരു വേറൊരു സർക്കിളിലുള്ള ഫെസ്റ്റിവൽ മൂഡുള്ള എന്നാൽ അതേസമയം തിയേറ്ററുകളിലുള്ള ഒരു സിനിമയാണ്. അപ്പോൾ പുഷ്പവിമാനത്തിന് അങ്ങനെയുള്ള എന്തെങ്കിലും എപ്പിക്സ് ഒക്കെ ആയിട്ടുള്ള ഇതിഹാസ കഥകളുമായിട്ടൊക്കെ ഉള്ള ഒരു സാമ്യം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇതിഹാസം എന്ന രീതിയിൽ പിടിച്ചിട്ടില്ല. അതിനേക്കാൾ ഉപരി ഈ സിനിമയിൽ ഒരു സർപ്രൈസ് ക്യാരക്ടർ ഉണ്ട്, അപ്പിയറൻസ് ഉണ്ട്. മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ ഇതിനകത്ത് ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ട്. ആ കഥാപാത്രവുമായി ബന്ധമുള്ള ഒരു ടൈറ്റിലാണ് നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ കുറേ ടൈറ്റിലുകൾ ആലോചിക്കുന്നതിനിടയിൽ തോന്നിയ ഒരു നെയിമാണ് പുഷ്പവിമാനം. പിന്നെ ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ റണ്ണിങ് സീക്വൻസുകളാണ് ഈ പടത്തിലുള്ളത്. വേഗത, വേഗം, ഓട്ടം, അങ്ങനെ ഒരു ബേസ്ഡ്. അപ്പോൾ അതിന് അത്രയും ഓട്ടം കാര്യങ്ങൾ വരുമ്പോൾ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു പവർ RDX വന്നു. അതിൻ്റെ എനർജി കൊടുക്കുന്ന ഒരു സാധനം, പടം മൊത്തം ഒരു എനർജി ഫീല് പടത്തിലുണ്ട് ടോട്ടാലിറ്റിയിൽ. അപ്പോൾ അതിന് എന്നാൽ പിന്നെ ഒരു ഫ്ലൈറ്റിനായിക്കോട്ടെ, റോക്കറ്റിനായിക്കോട്ടെ. അപ്പോൾ റോക്കറ്റ് കൊടുക്കുമ്പോൾ അതിന് യൂഷ്വലി വന്നു പോയതാണ്. അതിനെ എങ്ങനെ കുറച്ചും കൂടി വേറെ രീതിയിൽ പിടിക്കാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഒരു പേരിലേക്ക് വന്നത്. അതിന് ഏറ്റവും കൂടുതൽ ആ പേര് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ട് ആ പടത്തിന് ആ പേര് വെച്ചു എന്നുള്ളത്. നമ്മൾ പിന്നെ ആ പേര് കേട്ടുള്ളത് കമൽഹാസന്റെ പുഷ്പവിമാനം എന്ന് പറയുന്ന സൈലന്റ് കോമഡിയിലായിരിക്കും. അപ്പൊ പേരൊക്കെ കേട്ടുന്ന സമയത്ത് ഇതൊക്കെയാണ് മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു സിനിമയിലെ നായക നടന്മാരെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. കാരണം പണ്ടത്തെ സിനിമകളിലൊക്കെ ഒരു ഇൻട്രോ സീൻ ഉണ്ടായിരിക്കും ഭയങ്കര മാസമായിട്ട്. ഇപ്പം മോഹൻലാലിനും മമ്മൂട്ടിക്കും സുരേഷ് ഗോപി അങ്ങനെ ആ ഒരു ജനറേഷനിലുള്ള എല്ലാ സൂപ്പർ സ്റ്റാർസിനും നായകൻ്റെ ഒരു ഇൻട്രോ എന്ന് പറയുന്ന സാധനമാണ് ഭയങ്കര കയ്യടി വരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സിനിമകളിൽ നോക്കുമ്പോൾ അങ്ങനെ നായകൻ ഒരു ഇൻട്രോയ്ക്ക് വേണ്ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യില്ല. പക്ഷെ കയ്യടി വരുന്ന മൊമെന്റുകൾ ബാക്കിയുള്ള മൊമെന്റുകളും വെവ്വേറെ ആയിട്ട് ഒരുപാട് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഈ സിനിമയിൽ നിന്ന് നിങ്ങളൊരു എന്താ പറയുക നായക സ്ഥാനത്തേക്കും ഒക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് നായക നടന്മാരായിട്ടുള്ള സിനിമകൾ വരുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഇൻട്രോ സീൻ മിസ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ സിനിമയിൽ വരുമ്പോൾ ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ നമ്മളെ സിനിമയിൽ ഇങ്ങനെ ഒരു ഇൻട്രോ. അങ്ങനത്തെ സിനിമയാണെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു സീൻ ചിലപ്പോൾ വേണ്ടി വരും. ഇപ്പൊ ചിലപ്പോ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ എന്നുള്ള രീതിയിലേക്ക് അങ്ങനത്തെ സിനിമകൾ ചെയ്യുമ്പോൾ അതൊരിക്കലും ഈ പറഞ്ഞ നേരെ ഒരാള് ഇപ്പൊ ഒരുപാട് പേരുടെ ഇടയിൽ നിന്ന് ഇടിച്ചു തെറിപ്പിച്ച് വരുന്നൊരു അങ്ങനത്തെ ഒരു സംഭവം ആവശ്യം വരില്ല. പക്ഷെ ചിലപ്പോ അങ്ങനത്തെ പടമാണെങ്കിൽ ഓരോ സിനിമകൾക്കും ആവശ്യമായ രീതിയിലാണ് ഇൻട്രൊഡക്ഷൻ. ഇപ്പോഴത്തെ പക്ഷെ മാസിന്റെ ഡെഫിനേഷൻ ഒക്കെ മാറിയല്ലോ. ഇപ്പോഴും മാസ് എന്ന് പറയുമ്പോഴും ഇപ്പം ടർബോല് അങ്ങനെ ഭയങ്കര മാസോടാണ്. പക്ഷെ
ഫസ്റ്റ് ഇൻട്രോ സീൻ അങ്ങനത്തെ ഒരു സ്പേസിലല്ല. പിന്നെ മെഗാസ്റ്റാർ ഷോ എന്നൊക്കെ പറയുന്ന മറ്റൊരു സീനാണ് പിന്നീട് വരുന്നത്. അപ്പം ഞാൻ നമ്മൾക്ക് കുട്ടിക്കാലത്ത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ സിനിമാ നടൻ എന്ന ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹം ഉണ്ടോന്നോ? ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മള് സിനിമയിൽ അത് ആവശ്യമില്ലാണ്ട് കുത്തിക്കയറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ ഓരോ സിനിമയ്ക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ഓരോ സിനിമയുടെ അതിപ്പോ നമ്മൾ സിനിമയിൽ വരണതിന് മുമ്പും നമുക്ക് മറ്റേ സ്ലോ മോഷൻ നടക്കാനല്ല, കുട്ടികളായിരിക്കുമ്പോഴും നമുക്ക് മറ്റേ താല്പര്യം ഉണ്ടാവും പതുക്കെ നടക്കൊക്കെ വരെ എല്ലാരും ചെയ്തിട്ടുണ്ടാവും. അതിപ്പോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ ഫോണിലാണെന്നുണ്ടെങ്കിലും ചുമ്മാ നടക്കുന്നത് സ്ലോ മോഷൻ അതെടുക്കാം. അതൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. ഡെഫിനറ്റ്ലി ഒരു നടനാവാൻ ആഗ്രഹിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു സിനിമ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് നിൽക്കുന്നതൊക്കെ ഡെഫിനറ്റ്ലി അങ്ങനെയൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടാവും. പക്ഷെ ചിലപ്പോ നമ്മൾ ചെയ്യാൻ പോണ സിനിമയ്ക്ക് അത് ഉറപ്പായിട്ടും അത് ആവശ്യമില്ലാന്ന് തോന്നണമെങ്കിൽ ഒരിക്കലും നമുക്ക് തോന്നുകയില്ല അങ്ങനെ ഒരു ഇൻട്രോ വേണമെന്നോ അങ്ങനെ ഒരു പരിപാടി വേണമെന്ന് ആലോചിക്കാൻ കൂടി ഇല്ല. ഇപ്പം ഒരുപാട് ഇപ്പം മേജർ രവി അങ്ങനെയുള്ള ഒരുപാട് പേരുടെ കൂടെ സംവിധാന സഹായിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ രണ്ട് രീതിയിൽ പുതിയതായിട്ട് ഒരു നവാഗത സംവിധായകരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് കേട്ടെ, ചിലര് നമ്മൾ ഒരുപാട് ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതേസമയം തന്നെ നമ്മൾ കുറേ നാൾ സംവിധാന സഹായിയായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പേസിൽ നിന്ന് അതൊരു വർക്ക് പോലെ അതൊരു ജോലി പോലെ തന്നെ ആയിത്തീരുകയും പിന്നെ അതിമെന്ന് മാറി കുറച്ചുകൂടെ റിസ്ക് ഉള്ള കാര്യമാണല്ലോ സംവിധാനം ചെയ്യുക എന്നുള്ളത്. അപ്പം അതിലേക്ക് പോകേണ്ട ഇതിലേക്ക് തന്നെ ആയി പോകുന്ന ഒരുപാട് പേരുടെ കഥകളും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ കാലത്ത് നമ്മൾ കാണുന്ന നവാഗത സംവിധായകർ പലരും അങ്ങനെ ഒരുപാട് സിനിമകളിൽ സംവിധാന സഹായിയായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. എന്താണ് സംവിധാന സഹായിയായിട്ട് പലരുടെ കൂടെ നിന്ന് കുറച്ച് വർഷങ്ങൾ നിന്നത് കൊണ്ട് ഉണ്ടായ ഒരു ബെനിഫിറ്റ്, ഏറ്റവും വലിയ ബെനിഫിറ്റും പിന്നെ എന്തെങ്കിലും അങ്ങനെ നീണ്ട നാൾ നിന്നത് ഏതെങ്കിലും രീതിയിൽ കരിയറിന് ഒരു ഡീമെറിറ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ? തീർച്ചയായും അതിനുള്ള ഡിഫറൻസ്. ഞാൻ ജോമോൻ എന്ന് പറയുന്ന ഡയറക്ടർ, സാമ്രാജ്യവും ജാക്ക്പോട്ടൊക്കെ ചെയ്ത ജോമോൻ എന്ന ഡയറക്ടറൊപ്പമാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയെക്കുറിച്ച് പഠിക്കാനായിട്ട് കൂടുന്നത്. ഉയരങ്ങളിൽ എന്ന് പറഞ്ഞ പഴയ ലാൽ സാറിൻ്റെ പടം റീമേക്ക് പ്ലാൻ ചെയ്തു രാജുവേട്ടനെ വെച്ചിട്ട്. അപ്പോൾ ആ പടത്തിൻ്റെ സ്ക്രിപ്റ്റും MT സാറാണ് സ്ക്രിപ്റ്റ്. അപ്പോൾ ആ എൻട്രി തന്നെ എനിക്ക് വർക്ക് ചെയ്യാനും വായിക്കാനും കിട്ടുന്നത് അദ്ദേഹത്തിനെ പോലെ ഒരാളുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു. അതിനുശേഷം പല ഡയറക്ടറുടെ കൂടെയും പോകുന്നതിനിടയിൽ ഉദയാനന്ദൻ എന്ന് പറയുന്ന ഡയറക്ടർ, മേജർ രവി സാറ്, സമുദ്രക്കനി സാറ്, അതിനുശേഷം ശ്രീകുമാർ മേനോൻ, പത്മകുമാർ. ഈ പത്മകുമാറിൻ്റെ കൂടെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് കണ്ടിന്യൂസ് ആയിട്ട്, പപ്പേട്ടൻ്റെ കൂടെയാണ് കണ്ടിന്യൂസ് ഒരു 5-6 വർഷം നിന്നത്. അപ്പോൾ അദ്ദേഹം ഞാനൊരു സിനിമ ആദ്യമായി സംവിധാനം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും ഇവിടെ ഒരുപാട് സിനിമാ സംവിധായകരെ ഡെയിലി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഒരു സിനിമ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പുതുമയുള്ള സബ്ജക്റ്റ് വേണം എന്ന് ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ റൈറ്റേഴ്സ് സന്ദീപ് സദാനന്ദനും ദീപു S. നായർ 2 പേരാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്. അവരെന്നെ മാമാങ്കം എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് വന്ന് കാണുന്നതും. അന്ന് അവർ പറഞ്ഞ സബ്ജക്റ്റ് ഇതല്ല, വേറെ സബ്ജക്റ്റുകളായിരുന്നു. അതിനുശേഷം 3-4 സബ്ജക്റ്റുകൾ ഞങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ചകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കോവിഡിൻ്റെ കാലഘട്ടത്തിലേക്കാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തെത്തുന്നതും അതിനെ ഡെവലപ്പ് ചെയ്താണ് ഞങ്ങളിതൊരു ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാം. അപ്പോൾ ആദ്യമായ ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ എന്ത് വ്യത്യസ്തത കൊണ്ടുവരാൻ പറ്റും, നമ്മുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവണമെങ്കിൽ ഒരു പുതിയ സബ്ജക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആരും ശ്രദ്ധിക്കുക പോലുമില്ല ഒരു യൂഷ്വൽ സബ്ജക്റ്റ് കൊണ്ട് വന്നാൽ. അപ്പോൾ എന്തുകൊണ്ട് ഒരു പുതുമയുള്ള സബ്ജക്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. ഈ സബ്ജക്റ്റ് എടുക്കുമ്പോൾ തന്നെ ഞാൻ ഫേസ് ചെയ്തപ്പോൾ ബാലൻപോർ നേരത്തെ പറഞ്ഞ പോലെ അട്രാക്ഷനാണിത്. കേൾക്കുമ്പോഴും ഇത് വായിക്കുമ്പോഴും അട്രാക്ഷനാണ്. പക്ഷേ ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളൊരു വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ഞാനൊരു പുതിയ സംവിധായകനായിരുന്നുവെങ്കിൽ, ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാളായിരുന്നുവെങ്കിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാനെ ഇങ്ങനത്തെ ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. കാരണം ഇത് ഒരേ സാധനം തന്നെ ഒരേ ഫ്രെയിമിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിൾ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ പ്രേക്ഷകർക്ക് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന പോലെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതിനെനിക്ക് നല്ല ക്രൂ വേണമായിരുന്നു. അപ്പോൾ ആ ക്രൂ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളുകളാണ് എല്ലാവരും. ഇപ്പോൾ ഇതിൻ്റെ ക്യാമറമാനായിട്ട് വർക്ക് ചെയ്ത് രവിചന്ദ്രൻ എന്ന് പറയുന്ന DOP ആണ് അദ്ദേഹം. ഞാൻ വർക്ക് ചെയ്ത 1971 ബിയോണ്ട് ബോർഡറിലെ അസോസിയേറ്റ് ക്യാമറമാനായിരുന്നു. ആ സിനിമ വർക്ക് ചെയ്ത ക്യാമറമാനാണ്, അസോസിയേറ്റ് ക്യാമറമാണ് ഇന്ന് എൻ്റെ സിനിമയുടെ ക്യാമറമാൻ. ആ സിനിമയിൽ വർക്ക് ചെയ്ത അസിസ്റ്റൻറ്റ് എഡിറ്ററാണ് ഇന്ന് എൻ്റെ സിനിമയുടെ എഡിറ്റർ. ആ സിനിമയിൽ വർക്ക് ചെയ്ത പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഇന്നെ സിനിമയുടെ പ്രൊഡ്യൂസർ. ആ സിനിമയിൽ വർക്ക് ചെയ്ത അസിസ്റ്റന്റ് മേക്കപ്പ് മാൻ ആണ് ഇന്നെ സിനിമയിലെ മേക്കപ്പ് മാൻ. അപ്പോൾ ഇവരെല്ലാം എൻ്റെ ചുറ്റും ഇതെല്ലാം വന്നു ചേർന്നതാണ്. ഞാൻ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയതല്ല അങ്ങനെ ഒരു സാധനം. അപ്പോൾ ഈ ക്രൂ എല്ലാം എനിക്ക് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ കോൺഫിഡൻസ് ലെവൽ എന്ന് വെച്ചാൽ ഇവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. എല്ലാവരും സാലറിക്ക് വേണ്ടിയാണ്, സിനിമയോടുള്ള പാഷനാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി എല്ലാവരും നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവർ ഔട്ട്പുട്ട് എന്ന രീതിയിൽ വരുമ്പോൾ അതെനിക്ക് യൂസ്ഫുള്ളായി. ഒപ്പം ഇതൊക്കെ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചത് ഈ പറയുന്ന ഡയറക്ടേഴ്സിൻ്റെ കൂടെ എല്ലാം വർക്ക് ചെയ്ത അനുഭവ സമ്പത്ത്, അവരെങ്ങനെ പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നു. ഞാൻ വർക്ക് ചെയ്ത സിനിമകളെല്ലാം ഒടിയൻ പോലുള്ള, മാമാങ്കം, ജോസഫ് പോലുള്ള സിനിമകൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്സിക്യൂഷൻ എങ്ങനെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലും എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്ന് പറ്റാറുണ്ട്. ഇവരുടെയൊക്കെ എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ ഈ പടം ഏറ്റവും കൂടുതൽ ഓൺ റോഡ് ഷൂട്ടായിരുന്നു. ഈ പടം ഒരു വീടിനകത്തുള്ള ഷൂട്ടല്ല, നടു റോട്ടിലും
മാക്സിമം സിറ്റിക്കകത്ത് കിടന്നുള്ള ഫുൾ ഷൂട്ടാണ്. ഓക്കെ. അതും ഈ സിറ്റിക്കകത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറയും കൊണ്ട് പോകുമ്പോഴൊക്കെ നമ്മൾ ഒരേ സാധനം റീക്രിയേറ്റ് ചെയ്ത് ചെയ്യുമ്പോഴും കണ്ടിന്യൂറ്റി നോക്കണം, എല്ലാം നോക്കണം. അപ്പം അത് എനിക്ക് യൂസ്ഫുൾ ആയത് ഈ പറയുന്ന ആളുകളുടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് തന്നെയാണ്. ഒപ്പം എൻ്റെ ടീമിൻ്റെ ഫുൾ സപ്പോർട്ടും, ഇപ്പോൾ ബാലു ബ്രോ ആയാലും സിജു ബ്രോ ആയാലും ഇവരെല്ലാം കട്ടയ്ക്ക് കൂടെ നിൽക്കണം. ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ആക്ടേഴ്സും നമ്മുടെ കൂടെ ഫുൾ ടൈം എനർജി ലെവലിൽ നിന്നാൽ മാത്രമാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പാർക്കോർ പരിപാടികളുണ്ട്. അപ്പോൾ നിങ്ങൾ ടീച്ചറിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കുറച്ച് പാർക്കോർ പോലെ ഒരു റിങ്ങിൻ്റെ അകത്ത് കൂടി ഓടുന്ന ജമ്പ് ചെയ്യുന്നതല്ല. അപ്പോൾ അതിനുവേണ്ടി സിജു ബ്രോ മാക്സിമം അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട് ഫൈറ്റിനിടയിൽ. 4-5 ഫൈറ്റുകളുണ്ട് ഈ പടത്തിൽ. അതുപോലെ ബാലു ബ്രോ ആയാലും രാവിലെ വന്ന് കഴിഞ്ഞാൽ ഓടിക്കുക, എന്നാ പിന്നെ വന്നല്ലേ റെഡിയല്ലേ ട്രെയിലറിൽ കാണുന്നത് കണ്ണൂർ ജില്ല മൊത്തം കിടന്ന് ഓടിക്കുകയാണ് അങ്ങോട്ട്. ഒരു വാപ്പിന് വേണ്ടി ഓടിച്ചു കഴിഞ്ഞിട്ടാണ് സീൻ ഷൂട്ട് ചെയ്യാൻ ഇറക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫുൾ ടീം വർക്കായിരുന്നു സിനിമ. ഒരു ഡയറക്ടർ എന്നതിനൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആയതും അത് തന്നെയാണ്. എല്ലാവരുടെയും കൂട്ടായ്മ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയി ഈ സിനിമയ്ക്ക്. ഓക്കെ. ഇപ്പം നമ്മൾക്കിപ്പോൾ സാധാരണ ഒരു സിനിമ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ റീടേക്കുകൾ ഒരുപാട് വേണ്ടി വന്നേക്കാം. അപ്പോഴേ നമ്മൾ ആ ഒരു സെയിം ഇമോഷണൽ ലെവല് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതുണ്ടാവും. അപ്പോൾ ഈ സിനിമയിലേക്ക് എത്തുമ്പം ഈ പറഞ്ഞതുപോലെ ഒരേ സീന് തന്നെ പലതവണ ഷൂട്ട് ചെയ്യുക എന്നുള്ളത്, അപ്പം അതിനെ നിങ്ങൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്തത്? പലതവണ ചെയ്യേണ്ടി വരികയാണല്ലോ, അതിനെ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്? ഇമോഷണൽ കണ്ടിന്യൂറ്റി മാത്രമല്ല, നമുക്കിപ്പോ പലപ്പോഴും നമുക്ക് അത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഇത് ചില സമയം നമ്മൾ തന്നെ വിട്ടുപോകും. നമ്മൾ അയ്യോ ഇത് ഏതാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്, കഴിഞ്ഞിട്ടുള്ളതാണോ അതിന് മുമ്പുള്ളതാണോ എന്താ പരിപാടി നമുക്ക് വിട്ടുപോകും. അതിന് ഏറ്റവും ഇപ്പൊ നമുക്ക് ഏറ്റവും ഹെൽപ്പായിട്ടുണ്ടായത് നേരത്തെ നിങ്ങൾ ചോദിച്ചപ്പോൾ ഉല്ലാസ് പറഞ്ഞ ഉത്തരത്തിനകത്തുണ്ടായ ഒരു ഐറ്റമാണ്. ഉല്ലാസിന്റെ ഇത്രയും കാലം ഉല്ലാസ് ബ്രോ ഇത്രയും വർക്ക് ചെയ്തിരുന്നതിന്റെ ഒരു അസോസിയേറ്റ് ബുദ്ധി ഉണ്ടല്ലോ, അത് ശരിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സിനിമയാണ്. ശരിക്കും അങ്ങനെ ഒരു അസോസിയേറ്റിനെ ചിലപ്പോ ഒരു കാര്യം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പൊ അത് പുള്ളി കൃത്യമായിട്ട് തലയിലുണ്ടാവും. ആ അസോസിയേറ്റ് ബുദ്ധി ഭയങ്കര കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്തേക്കുന്നതുകൊണ്ട് നമ്മളെയും വളരെ ഈസി ആയിട്ടായിരുന്നു നമ്മൾ അത് ഷൂട്ട് ചെയ്യാൻ. അപ്പൊ നമ്മളും ഇതിനുശേഷം കൺഫ്യൂഷൻ ഉണ്ടാകാൻ വളരെ എളുപ്പമാണ് എല്ലാവർക്കും. പല ദിവസങ്ങളിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ ഓർഡറിലല്ല ഷൂട്ട് ചെയ്യാൻ പറ്റുക. സാധാരണ ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓർഡറിലായിരിക്കില്ല ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമ പ്രത്യേകിച്ച് അത് ഓർഡറിന്റെ വ്യത്യാസം മാത്രമല്ല, അതിനകത്തും ഈ പറഞ്ഞ പല വ്യത്യാസങ്ങളുണ്ട്. പല സീക്വൻസ് പല സമയത്ത് നടക്കുന്നു. ഇത് ആദ്യം റിയൽ ടൈമിൽ നടന്നാണോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ളതാണോ എന്നൊക്കെ പറഞ്ഞ വളരെ കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം ഇവര് ഈ ഡയറക്ഷൻ ടീമിന് തന്നെ എന്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരു ഭയങ്കര കാര്യമായിട്ട് ടെക്നിക്കലി സൗണ്ട് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ ഈ സിനിമ പ്രേക്ഷകന് മനസ്സിലാവാൻ കൂടി ചെയ്യണമല്ലോ. അതെ, അതുകൊണ്ട് ഇപ്പൊ വളരെ ഒരുപാട് മറ്റേ എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻസ് കാണിച്ച് നമ്മൾ മറ്റേ ആളുകളെ കൺഫ്യൂസ് ചെയ്ത് മനസ്സിലാക്കി നോട്ട്ബുക്കായിട്ട് സിനിമ തിയേറ്ററിൽ പോയി ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അത് ഷൂട്ട് ചെയ്യാൻ വേണം. അപ്പൊ അങ്ങനെ ഇവരത് പ്രോപ്പറായിട്ട് തന്നെ ചെയ്തിട്ടാണ് വിശ്വാസം. ഇപ്പൊ കണ്ണൂരായിരുന്നല്ലോ ഷൂട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്, അങ്ങനെ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് കുറെ സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു കണ്ണൂർ എന്നുള്ള ഒരു പ്രദേശം, അവിടെ കുറെ സമയം ഇപ്പൊ ഇതിന്റെ ഷൂട്ടൊക്കെ വരികയാണെങ്കിൽ ഫ്രഷ് ആയിരുന്നോ? ലൈക്ക് ലൊക്കേഷൻ വൈസ് ഒക്കെ ആണെങ്കിലും അവിടുത്തെ ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂർ ഷൂട്ട് ചെയ്യുന്നത്. കണ്ണൂർ ഷൂട്ട് ചെയ്താണെങ്കിലും ഇത് കണ്ണൂരാണ് ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തായിരുന്നു. കാര്യം ഞാൻ അത്യാവശ്യം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ഫുഡ് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യുന്നത് കൂടാതെ ഈ പടത്തിന് പക്ഷേ ഈ ഓട്ടം പരിപാടിയൊക്കെ ഉള്ള കാരണം ഒരു ലിമിറ്റിൽ കൂടുതലൊന്നും പിടിക്കാനേ പറ്റില്ല, അവരവസ്ഥയുണ്ട്. പക്ഷെ അത് കാരണം നമുക്ക് കണ്ണൂരായതുകൊണ്ട് അത് ഭയങ്കര ഒരു ഉപകാരമുള്ള സംഭവമായിരുന്നു. ഉച്ചക്കൊക്കെ നമ്മൾ ചിലപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ മേടിച്ച് കഴിക്കും. പക്ഷെ രാത്രി ആകുമ്പോൾ നേരെ ബീച്ചിൽ പോയി അവിടെ ഫുട്ബോൾ കളി സൈക്ലിംഗ് ഞാൻ സൈക്കിൾ അവിടെ ഫിസിക്കും കൂടി മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. എല്ലാ ദിവസവും രാവിലെ ഇത് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റ് ചെല്ലുമ്പോ തന്നെ ഓട്ടമാണ്. ഡ്രസ്സ് കോസ്റ്റ്യൂം മാറി മേക്കപ്പ് ചെയ്ത് ഓടി. ഞാൻ പിന്നെ ചെറിയ കൂലിപ്പടി ആയിരുന്നെങ്കിലും ഷർട്ട് ഇൻസൈഡ് വരും, അടുത്ത ഷർട്ട് ഇൻസൈഡ് അല്ല, ഇത് ഷർട്ട് ഔട്ട് പുറത്തിട്ട് വരണം. ഈ കൈ പുറത്ത് മറക്കണം. എന്നുവെച്ചാൽ ഒരേ സമയത്തുള്ള വ്യത്യാസങ്ങളാണ്. കണ്ടിന്യൂറ്റി ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ചെളി ഉണ്ടാവും, ഒരെണ്ണത്തിൽ ചിലപ്പോൾ ചെളി ഒട്ടും ഉണ്ടാവില്ല. അപ്പൊ അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മെയിൻ ആയിട്ട് പക്ഷെ ഓട്ടോ ആയിരുന്നു. ഇവിടെ എന്തായിരുന്നു മെയിൻ ആയിട്ട് ഓട്ടോ ആയിരുന്നു. ഓട്ടം, ചട്ടം, കുഴിവെട്ട്, ബംഗാളിപ്പണി. ഇതിന്റെ ഇടയിലായിരുന്നോ എന്തൊരു ചെറിയൊരു
അതെ മൂക്കിന് ഡ്യൂട്ടി അതും ഫൈറ്റ് മാസ്റ്റർ പ്രത്യേകം പറഞ്ഞതാ കുറച്ച് ഒരെണ്ണം കൊടുത്തേക്കെന്ന് എ മിനിറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറഞ്ഞാൽ എ മിനിറ്റ് ക്യാൻ ചേഞ്ച് യുവർ മൂക്ക് എനിക്ക് നല്ല ദേഷ്യം വന്നു, ഞാൻ ആരും പിടിച്ചു കൊടുത്തു. ഇവിടെന്നായിരുന്നോ? അല്ലല്ലോ. പിന്നെ ഇപ്പൊ ബാലുവർഗീസിന്റെ കരിയറിന്റെ സ്റ്റാർട്ടിങ്ങില് ഈ യങ് ആക്ടർ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ശ്രീനിവാസിന്റെ ചെയ്തിട്ടുണ്ട്, ഇന്ദ്രജിത്തിന്റെ ചെയ്തിട്ടുണ്ട്, ലാൽ സാറിന്റെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇവരൊക്കെ പിന്നീട് നമ്മൾ കാണുമല്ലോ, പിന്നീട് സിനിമകളിൽ ഒന്നിച്ചിട്ടോ അല്ലാതെയോ നിങ്ങളുടെ ഒരു സർക്കിളിലൊക്കെ കാണുമല്ലോ. അപ്പൊ ആ സമയത്ത് നിങ്ങൾ തമ്മിൽ കോൺവെർസേഷൻസ് നടക്കാറുണ്ടോ? ഈ ചെറുപ്പത്തിൽ ആ സിനിമയിൽ ഞാൻ ചെറുപ്പത്തിൽ ചെയ്താണ്, ഇവര് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ അന്ന് ഓർത്ത് പറയല, അങ്ങനത്തെ കോൺവെർസേഷൻസ് നടക്കാറ്? ലാലങ്ങള് പണ്ട് തുടങ്ങി ഞങ്ങൾ കാണുന്നതുകൊണ്ട് അങ്ങനത്തെ സംഭവം ഉണ്ടാവേണ്ട ആവശ്യം വന്നിട്ടില്ല. ശ്രീരേന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഹണി ബീ ടൂടെ സമയത്തൊക്കെ വെച്ചിട്ട് ശ്രീരേട്ട ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ഇന്ദ്രേനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ ഇന്ദ്രേട്ട ഇവനൊക്കെ എന്റെ ചെറുപ്പം ചെയ്തപ്പോ ഇത്രയും വലുതായി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ടെന്നെങ്കിൽ അങ്ങനെ സംസാരിച്ചു വിടാറേ ഉള്ളൂ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വർഷത്തിൽ മലയാള സിനിമയിൽ ഇപ്പം മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിൽ അങ്ങനെ തിയേറ്റർ ഹിറ്റ്സിന്റെ ഒരു വർഷം ആണ്. അതിനൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ വന്നൊരു വർഷമുണ്ട്. അതേസമയം തന്നെയാണ് ഇപ്പം OTT സിനിമകൾ എടുക്കുന്നതിനെ സംബന്ധിച്ചിട്ട് പണ്ടത്തേന്ന് മാറി, ഭയങ്കര തിയേറ്റർ റണ്ണ് കിട്ടിയാലും അവരെടുക്കുന്ന രീതികൾ പലതും മാറി എന്നൊക്കെ ഉള്ളത്. അതേപോലെ തന്നെ ഇപ്പം മറ്റ് പല പല രീതിയിലുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പം നമ്മളുടെ ഈ ഒരു അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കാറുണ്ട്? ഇപ്പം നല്ലൊരു വർഷമാണ്, ഭയങ്കര ഗോൾഡൻ ഇയർ ആണെന്ന് പറഞ്ഞിട്ട് സെലിബ്രേറ്റ് ചെയ്തൊരു വർഷം തുടങ്ങി. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇപ്പം ഇത് പല സിനിമകളുടെയും പ്രൊഡക്ഷൻ റിലേറ്റഡ് കുറച്ച് ഇഷ്യൂസ് വരുന്നു, അല്ലെങ്കിൽ ഈ OTT റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ വരുന്നു. അപ്പം അത് നിങ്ങളുടെ ഇടയിൽ ചർച്ചയാവാറുണ്ടോ? അപ്പം സ്വാഭാവികമാണെന്നാണോ കരുതുന്നത്? ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ ഇത് എന്താ പറയുമ്പോ ഓരോ കാലഘട്ടത്തിൽ ഇത് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോ ഇതിനു മുമ്പ് സാറ്റലൈറ്റിന്റെ പരിപാടിയായിരുന്നു, അതിനകത്ത് ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. സാറ്റലൈറ്റ് ഒരുപാട് പടങ്ങള് ഒറ്റടിക്ക് എടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എല്ലാ സിനിമ പിന്നെ തീരെ നിർത്തി പടങ്ങളെ എടുക്കാത്ത ഒരവസ്ഥയാണ്. അപ്പൊ ഒരുപാട് പടങ്ങളും ഷൂട്ട് ചെയ്ത് ഇറക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ വരെ വന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇവോൾവ് ചെയ്ത് OTT വരുന്നു. ഇനിയും അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതില് അൾട്ടിമേറ്റ്ലി നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന് ക്വാളിറ്റി ആൻഡ് ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ എല്ലായിടത്തേക്കും റീച്ച് ആവും എന്നുള്ളതാണ് എൻ്റെ ഒരു കോറായിട്ടുള്ള കാര്യം. ഇപ്പോഴത്തെ ഓഡിയൻസ് വളരെ ക്ലിയർ ആണ്, നല്ല സിനിമയെ പുതുമയുള്ള സിനിമകളെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊക്കെ മാറിയാലും നമുക്കുള്ള പോസിറ്റീവ് ആയിട്ടെന്ന് വെച്ചാൽ ഓഡിയൻസ് ഇന്ന് വ്യത്യസ്തമായ സിനിമകളെ, നല്ല സിനിമകളെ സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നിലനിന്നാലും നമുക്ക് വരുന്ന മേക്കേഴ്സിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ആക്ടേഴ്സിന് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഓഡിയൻസ് ഭയങ്കര ക്ലിയർ ആണ്. വ്യത്യസ്തമായ സാധനങ്ങൾ വ്യത്യസ്തമായ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ സിനിമകളെല്ലാം വിജയിച്ചിരിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ മലയാളി ഓഡിയൻസാണ് എൻ്റെ. നമുക്കിപ്പോൾ ഒരു നല്ല സിനിമ ഇറക്കി കഴിഞ്ഞാൽ തിയേറ്ററിൽ പടം അത് വർക്കാവും, അതിന്റെ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. നമ്മള് ഏറ്റവും ഇപ്പൊ OTT സംഭവമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും നമ്മൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ സിനിമ കാണാൻ ഇഷ്ടം തിയേറ്റർ തന്നെ. അപ്പോൾ അത് തന്നെയാണ് നമ്മളെ കോൺഫിഡൻസും. ഒരു നല്ല സിനിമയായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ആൾക്കാർ തിയേറ്ററിൽ വന്ന് കാണാൻ നമുക്ക് ഉറപ്പുണ്ട്. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സിന്റെ വലിയ സന്തോഷം ഉണ്ടാവും. ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അപ്രിസിയേഷൻ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. അപ്പൊ അതിന്റെ മഞ്ഞുമൽ ബോയ്സിന്റെ തൊട്ടിറങ്ങിയ ശേഷം പല അഭിമുഖങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇപ്പം ഇതിന്റെ അതിൻ്റെ ഒരു ഫുൾ റണ്ണ് കഴിഞ്ഞല്ലോ ആ സിനിമയുടെ. അപ്പം അത് കഴിഞ്ഞ് നിൽക്കുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? പിന്നീട് ആലോചിക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് ചിന്തിക്കുന്നുണ്ടോ മഞ്ഞുമൽ ബോയ്സിനെ പറ്റി? അല്ല, അത് ശരിക്കും നമ്മൾ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ആ സിനിമ എന്തായാലും അതൊരു ഹിറ്റ് ആയിരിക്കും എന്ന് നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയൊരു ഹ്യൂജ് ഹിറ്റ് അല്ലെങ്കിൽ ഒരു ഇന്ത്യയിലെ പല സ്ഥലത്തും നമ്മള് സിനിമ പല ഇൻഡസ്ട്രിയിലും ഇത്രയും വലിയൊരു സംഭവം ഉണ്ടാവും നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ മലയാളത്തിലെ പടം എന്തായാലും വർക്കാവും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പുറമേ ഇത് ആൾക്കാർ കാണുമ്പോൾ നമുക്ക് സന്തോഷം, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ഒരുപാടൊന്നും എടുത്ത് തലവെക്കത്തില്ല, ആരും തലയിൽ വെക്കാറില്ല. ഈ മഞ്ഞുമൽ ബോയ്സിന്റെ ഒറ്റ ചോദിക്കുള്ളത്, ഇപ്പൊ ഇതിന്റെ ഈ ചെക്ക് ഹൗസ് ഗൺ എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് പറയുമല്ലോ. ഇപ്പൊ സിക്സന്റെ വോയിസ് ആദ്യത്തിലൊരു പോയിന്റിൽ അങ്ങനെ അതൊരു നോയ്സി ആയിട്ട് വെക്കുന്നു, പക്ഷെ എൻഡിലേക്ക് അതാണ് ഒരു പോയിന്റ് ആവുന്നത്. അതേപോലെ ചിദംബരം മറ്റൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ബെൽറ്റ് എടുക്കുന്നത് ആക്ച്വലി അയാൾ ഹാങ് ചെയ്ത് കളിപ്പോൾ, പക്ഷെ അത് ഷൂട്ട് ചെയ്യാനുള്ള പ്രയാസങ്ങൾ പറ്റി. അങ്ങനെ പിന്നെ ഭയങ്കര വൃത്തിയിൽ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആള് ആ വെള്ളത്തിൽ വീഴുന്ന അങ്ങനെ കുറെ സീന്. നിങ്ങൾ ഈ സ്ക്രിപ്റ്റ് വന്ന സമയത്ത് ഈ പോയിന്റ്സുകളൊക്കെ അതിനകത്ത് നല്ലോണം മെൻഷൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ നറേറ്റ് ചെയ്യുന്ന സമയത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സാധനം സിക്സന്റെ ഈ വോയിസ് ഇതിന് വേണ്ടിയിട്ടാണ്. സ്ക്രിപ്റ്റ് വന്നപ്പോ ചെയ്തല്ല, ഇത് ഒറിജിനൽ നടന്ന സംഭവമല്ലേ. അപ്പൊ അത് ശരിക്കും സംഭവിച്ചത്, ശരിക്കുള്ള സിക്സൻ
ശരിക്കും ഇതിനേക്കാൾ ഇത്തിരി കൂടി ലൗഡർ ആണെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടിട്ടുണ്ടായിരുന്നു. ആ അല്ല ശരി, അത് സിക്സൺ അങ്ങനെയാണ് സംസാരിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ സിക്സൺ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ആയിരിക്കാം, അവിടെ പുള്ളി സംസാരിക്കുന്ന അങ്ങനെയാണ്. അപ്പൊ ഇവരുടെ വീട്ടിൽ തന്നെ സംസാരിക്കുന്ന വളരെ ഒച്ചയിലാണ്. അപ്പൊ ഇപ്പോഴും സിക്സണിൽ സംസാരിക്കുന്ന സിക്സൺ മറ്റേ പതുക്കെ സംസാരിക്കുന്ന സിക്സൺ ഉറക്കെ തന്നെ സംസാരിക്കുള്ളൂ. ബാക്കിയുള്ള ഫ്രണ്ട്സ് നമ്മളടുത്ത് പറയും എന്റെ ബാലു ഇപ്പൊ നല്ല ഇപ്പൊ അവന്റെ സൗണ്ട് ഇങ്ങനെ, അപ്പൊ പണ്ട് എന്തായിരുന്നു ആലോചിച്ച് നോക്കുക, ഇതിനേക്കാളും കൂടുതലായിരുന്നല്ലോ. ഞാൻ ഇത് പടം കണ്ടു കഴിഞ്ഞിട്ട് ഇവനെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ കാര്യം തന്നെ, ലൗഡായിട്ട് സംസാരിക്കുന്ന ആള് അവസാനം അതിന്റെ ഒരു കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് ആ ഇമ്പോർട്ടൻസ് വരുന്നതാണ്, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ ഔട്ടും കൂടിയാണ്, സിക്സറിന്റെ ക്യാരക്ടറിന്റെ ഔട്ടും കൂടിയാണ് അവിടെ, അല്ലെങ്കിൽ ആ ഇമ്പോർട്ടൻസ് ആണ് അവിടെ കാണിക്കുന്നത്. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത് അത് കറക്റ്റായിട്ട് സിനിമയിൽ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ്, എടാ ഒറിജിനൽ സിക്സൺ ഇങ്ങനെയല്ല, ശരി ഇതിനേക്കാട്ടില്ല എവിടെയാണെന്നാണ് സിനിമയില് കാണിക്കാൻ പറ്റില്ല ചിലപ്പോ. ഇപ്പൊ തന്നെ ചിലവര് ആദ്യം കണ്ടിട്ടൊക്കെ പറഞ്ഞിട്ട് എന്താ എന്ത് ഒച്ചയാണ് ഒക്കെ പറഞ്ഞ് ആദ്യം ഭയങ്കര കമന്റുകളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇയാളുടെ ഒറിജിനൽ സിക്സനെ കൂടി കണ്ടിട്ടാണ് അത് മനസ്സിലായി. അപ്പൊ ഞാനും ചിതുവിന്റെ അടുത്ത് സംസാരിക്കാൻ നമ്മൾ പറയുന്നത് എടാ ഇത് ഇത്തിരി കോമഡി ആവും, ഇത് ഇങ്ങനെ ഇത്രയും സൗണ്ട് വരുമ്പോ. പക്ഷെ അത് അവനും പറയുന്നത് പടം നന്നാവുകയാണെങ്കിൽ മറ്റേ സിക്സനെ ആൾക്കാർക്ക് അത് മനസ്സിലാവുകയാണെങ്കിൽ അത് നമുക്ക് ഒന്നുകൂടി പ്ലസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്നും വിചാരിക്കേണ്ട കാര്യം. ഇപ്പൊ അതിനകത്ത് ഇപ്പൊ ദീപക് ഇതേ സുധി ഡയറക്ടർ ആണെങ്കിലും അയാൾ വളരെ വൃത്തിയുള്ള ആളാണ്. അപ്പൊ ഇവരുടെ കൂടെ കമ്പനി കണ്ണൂരി ഉണ്ടെങ്കിലും 2 എണ്ണം ഇയാള് കഴിക്കും, പിന്നെ പോയി കുളിച്ചിട്ട് പിന്നെ ചന്ദനക്കുറിയും തൊട്ടിട്ട് വരും. അപ്പൊ അങ്ങനത്തെ ഞങ്ങളുടെ ഇതിന്റെ ടെക്സ്റ്റ് ബുക്ക് ഇവരുടെ ഇന്റർവ്യൂസ് ആയിരുന്നു. ഇവരെ വെച്ചിട്ട് ഒരു പ്രോപ്പർ ഡോക്യുമെന്ററി പോലെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് ഓരോരുത്തരെ വെച്ചിട്ട് ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ അത് വിടും. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് തന്നിട്ടുള്ള മെയിൻ റെഫറൻസ് അതായിരുന്നു. ഓരോരുത്തരുടെ പ്രോപ്പർ ഇന്റർവ്യൂസ് ഉണ്ടെങ്കിൽ കൂടാതെ ഇവരായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഈ ബെൽറ്റിൽ തൂങ്ങിക്കിടന്നെങ്കിൽ ശരിക്കുള്ള സംഭവമാണ് നമ്മള്. പക്ഷെ അത് ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും പിന്നെ അതിനകത്ത് സുഭാഷ് എടുത്തപ്പോ തീരെ ഡ്രസ്സും ഉണ്ടായിരുന്നില്ല. ഈ ബെൽറ്റും ചെറിയ ഡ്രസ്സ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നേക്കഡ് തന്നെയായിരുന്നു പുള്ളി. അപ്പോ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ചെയ്തിട്ടില്ല. സൗഹൃദത്തിന്റെ കാര്യം പറഞ്ഞപ്പം ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരും ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ നോക്കുകയാണെങ്കിൽ സുഹൃത്തുക്കൾക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഒരുപാട് സുഹൃത്തുക്കളുള്ളതാണ്. ഇപ്പൊ ചിലര് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഭയങ്കര കോർ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ ചിലപ്പം സിനിമ ഇൻഡസ്ട്രിയുടെ പുറത്തായിരിക്കില്ല, പ്രൊഫഷൻ വേറെ ഫ്രണ്ട്ഷിപ്പ് വേറെ ഉണ്ടാവും. നിങ്ങളുടെ പലതും ഇപ്പം അല്ലാത്ത ഫ്രണ്ട്സും ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ കാണുന്ന സമയത്ത് ഇപ്പം ആസിഫ് അലി ആണെങ്കിലും അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ്, പിന്നെ ഫ്രണ്ട്സിന്റെ ഒരു ഗ്യാങ്, അതിന്റെ ഒരു ഗാദറിംഗ് പരിപാടിയൊക്കെ നന്നായിട്ട് ആഘോഷിക്കുന്ന പോലെ തോന്നാറുണ്ട്. ഈ സിജു വിൽസനും അങ്ങനെ ഒരു ഫ്രണ്ട്സിന്റെ ഒരു സർക്കിളും കാര്യങ്ങളും ഉണ്ട്. ഈ ഒരേ പ്രൊഫഷണലിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരെ തമ്മിലൊരു സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അത് സിമ്പിൾ ആണോ, അതോ നിങ്ങൾ വർക്ക് വേറെ ഇത് ഫ്രണ്ട്ഷിപ്പ് വേറെ അങ്ങനെ തന്നെയാണോ രണ്ടുപേരും കാണാറുള്ളത്? ഞാൻ ഒരിക്കലും ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഞങ്ങൾ ഒരിക്കലും എഫേർട്ട് എടുക്കാറില്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെത്താനെ വന്നൊരു പരിപാടിയാണ്. ഒരിക്കലും അത് ഈ സുഹൃത്ത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്രയും മെയിൻ്റെനൻസ് ഉണ്ട്, ഇത്രയും പരിപാടി നമ്മൾ ചെയ്യണമെന്നില്ല. നമുക്കിതിപ്പോ ഞാൻ മച്ചാനെ ഇപ്പൊ ചിലപ്പോ ഞാൻ ആക്ച്വലി എനിക്ക് വിളിക്കാൻ വേണ്ടി കുറച്ചായിട്ടുണ്ടായിരുന്നു, കുറച്ച് വേറെ പരിപാടികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മള് അത് കഴിഞ്ഞിട്ട് ഒരു തവണ ചിലപ്പോ നമ്മൾ വിളിക്കുമ്പോ ഇത്രയും ദിവസത്തെ പരിപാടി എല്ലാം വിട്ട് നമ്മൾ ആ സംഭവമേ നമുക്ക് ഉണ്ടാവില്ല. നമ്മള് എല്ലാ ദിവസവും സംസാരിക്കണ പോലെ തന്നെ ആയിരിക്കുള്ളൂ പിന്നെ സംസാരിക്കുന്നത്. അപ്പോ അത് നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ നമ്മുടെ പരിപാടികളാണ്. ഇപ്പൊ ഞാൻ ഗണപതി ആയാലും അർജുൻ ആയാലും എന്റെ മെയിൻ കൂട്ടുകാരെല്ലായാലും ചിലപ്പോ എല്ലാ ദിവസവും നമ്മൾ വിളിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഞങ്ങളുടെ ഉള്ളില് ആ സംഭവം എപ്പോഴും ഉണ്ട്. ഞങ്ങള് പക്ഷെ വിളിക്കണമെന്ന് അപ്പുറത്ത് വിളിക്കാം. അത്രയും ഇതായിരിക്കും ഫ്രണ്ട്ഷിപ്പിൽ. അങ്ങനെയാണല്ലോ നമ്മളിപ്പോഴും പറയാറുണ്ട്. ഇപ്പൊ ഈ അഡൽട്ട്ഹുഡിൽ എത്തുന്ന സമയത്ത് ഏറ്റവും നമ്മൾ എന്നും വിളിച്ച് എന്നും മെസ്സേജ് അങ്ങനത്തെ നമുക്ക് സാധിക്കില്ല അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ് ആണ് എപ്പോഴും നിലനിൽക്കാന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അത് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ പുഷ്പവിമാനം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ അനുഭവം തന്നെ സമ്മാനിക്കുന്ന ഒരു ചിത്രമായിട്ട് മലയാള സിനിമയുടെ ഹിസ്റ്ററിയിൽ ഇങ്ങനത്തെ ഒരു ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറട്ടെ. താങ്ക് യു സോ മച്ച് ഇത്രയും സമയം. എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമ കാണണം.